അപ്പോൾ ഉച്ചയ്ക്ക് 1:30 ആയിട്ടോ സമയം. കറിയൊക്കെ ഒന്നും കൂടെ ചൂടാക്കിയെടുത്തു. ബീൻസ് തോരനുണ്ട്. രാവിലെ അപ്പത്തിന് കഴിക്കാനായിട്ട് കടല ഉണ്ടാക്കിയതാണ്, കടലക്കറി. അപ്പോൾ ആ കടലക്കറി ശകലം എടുത്തിട്ടുണ്ട്. ഉണക്കമീൻ വറുത്തതുണ്ട്. ഇതുണ്ടോ, തോരൻ കറി, കടലക്കറി, ഉണക്കമീൻ ഒരു കഷ്ണം, ഉള്ളിയും മുളകും കൂടെ പൊട്ടിച്ച് എണ്ണ ഒഴിച്ചേക്കൂട്ട് ഒരു 1/2 സ്പൂണ് ചാറ് കറി, പരിപ്പ് കറി കേട്ടോ. പരിപ്പ് കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്ന് നമ്മുടെ ഉച്ചയ്ക്കുള്ള ഊണ് കേട്ടോ. ഊണിൻ്റെ കറികൾ സാധാ കറികളല്ലേ, നാടൻ കറികൾ എല്ലാം. പച്ചമീനൊന്നും മേടിച്ചില്ല, ഇറച്ചികളൊന്നും മേടിച്ചില്ല. ഇനിയെല്ലാം ഒരാഴ്ച കഴിഞ്ഞ് 1, 2, 3 ആഴ്ചകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറച്ചിയൊക്കെ മേടിക്കുള്ളൂ. ഇറച്ചി അങ്ങനെയൊന്നും എന്നൊന്നും മേടിക്കില്ല കേട്ടോ, വല്ലപ്പോഴും ഒക്കെയാണ് മേടിക്കുള്ളൂ, 1 മാസം കൂടുമ്പോഴൊക്കെ. പിന്നെ ഇന്ന് മീനില്ല, നമ്മുടെ ഇവിടെ പച്ചമീനില്ലായിരുന്നു. നമ്മുടെ ഇന്ന് സ്ഥിരം മേടിക്കുന്ന കട പച്ചമീനില്ല. ഇതിൽ നിന്നല്ല ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് ഈ ഉണക്കമീൻ വറുത്തത്. ഒറ്റയ്ക്കൊരു കഷ്ണം മതി കേട്ടോ, നല്ല സുഖമാണ് ചോറുണ്ണാൻ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. പപ്പ കഴിച്ചിട്ട് ഫോണൊക്കെ നോക്കി റെസ്റ്റ് എടുത്ത് അവിടെ കിടക്കുന്നു. അപ്പം എനിക്ക് ഇപ്പം എല്ലാവരും കൂടെ കഴിച്ചായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോരെ, ഞാൻ ചോറ് തരാം. ഈ രീതിയിലൊക്കെയാണ് കറിയൊക്കെ എന്നേ ഉള്ളൂ കേട്ടോ. കഴിച്ച് കാണുമായിരിക്കും അല്ലേ. അപ്പം കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞാൻ. 1:45 സമയം. അപ്പോൾ ഇനി ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഇൻക്രിമാർക്കും കൊണ്ട് കൊടുക്കണം. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും പോകണം. അതിനിടയ്ക്ക് മഴക്കാറുണ്ട്, നല്ല മഴക്കാറാണ്. മഴ പെയ്യാനാന്ന് തോന്നുന്നു. ഇനിയുള്ള മഴകളൊക്കെ ഉണ്ടല്ലോ, ഉച്ച കഴിഞ്ഞ് ഇടിവെട്ടിയുള്ള മഴയായിരിക്കും. തുലാമാസത്തിലെ ഇടിയും തുലാമാസത്തിലെ മഴയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഉച്ച കഴിഞ്ഞ് 1 മണിക്കൂറെ മഴ പെയ്താലും അത് അതിശക്തമായ മഴയായിരിക്കും. അതുപോലെ ഭയങ്കരമായിട്ട് ഇടിവെട്ടുകയും ചെയ്യും. എനിക്കാണ് ഈ ഇടീനെ ഭയങ്കര പേടി. അതിന് മുമ്പ് നമുക്ക് കടയിലെത്തണം. അപ്പോൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് അത്യാവശ്യ പണികളൊക്കെ തീർത്തിട്ട് പോകാൻ തുടങ്ങുവാണേ. അപ്പോൾ ചോറ് കഴിക്കും.